7-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. കാരണം നമുക്കറിയാം കൊരിന്ത്യ ലേഖനത്തില് നമ്മൾ സാധാരണ റോമാ ലേഖനത്തിലോ 2 കൊരിന്ത്യ ലേഖനത്തിലോ ഒക്കെ പരാമർശിക്കുന്നത് പോലെ വളരെ ആഴമുള്ള സ്പിരിച്വൽ ട്രൂത്ത്സിലൂടെ അല്ല പൗലോസ് തുടങ്ങുന്നത്. നേരത്തെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ജഡീകന്മാരോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ജഡീകന്മാര്, അതായത് വളരാത്തവർ, പാല് കുടിക്കുന്നവർ, 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പല ബ്രാൻഡുകളായിട്ട് അല്ലെങ്കിൽ പല ആളുകളുടെ കീഴിൽ ചിതറപ്പെട്ടവർ, ദൈവത്തോട് ചേർന്ന് നടക്കാത്തവർ, ഇപ്പോഴും ദുർമാർഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ, അങ്ങനെയുള്ള അനേകം ആളുകളുള്ള ഒരു സഭയില് പൗലോസ് പറയാണ്, എനിക്ക് പെട്ടെന്ന് വന്ന് ആത്മീയരോട് സംസാരിക്കുന്ന ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പാപത്തിൽ ജീവിക്കുന്ന ആളുകളോട് എങ്ങനെയാണ് അവരത് കറക്റ്റ് ചെയ്യേണ്ടത്, ആ രീതിയിൽ സോഷ്യൽ മൊറാലിറ്റിക്ക് താഴെയുള്ള കാര്യങ്ങൾ, അതായത് വ്യഭിചാരം, ദുർനടപ്പ്, അത്യാഗ്രഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആണ് ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ സത്യങ്ങളിലേക്കോ അവന്റെ വിശുദ്ധീകരണത്തിലേക്കോ ഒന്നും നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു പ്രായം നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നിന്ന് പല ആളുകളുടെ ബന്ധങ്ങളിലേക്കും ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ചിതറപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ അധ്യായങ്ങളിലൂടെ പൗലോസ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് വിവാഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മേലും ഭർത്താവിന് ഭാര്യയുടെ മേലും അവകാശമുണ്ടെന്ന് നമ്മൾ കണ്ടു. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകാൻ വേണ്ടി പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്, പരസ്പരമുള്ള കടമകളെ നിർവഹിക്കണമെന്ന് കണ്ടു. ഇത് എല്ലാം കൽപ്പനയായിട്ടല്ല പൗലോസ് പറയുന്ന പല കാര്യങ്ങളും, ഈ അധ്യായത്തിൽ പ്രത്യേകിച്ചും പൗലോസ് പറയുന്ന പല കാര്യങ്ങളും വലിയൊരളവ് കാര്യങ്ങളും ദൈവത്തിന്റെ ആത്മാവ് ഒരു കൽപ്പനയായിട്ട് അപ്പോസ്തലികമായ ഉപദേശമായിട്ട് പറഞ്ഞതല്ല. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും പൗലോസിന് ഉള്ളിൽ ആ ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ പൗലോസിന് സ്വയം തോന്നുന്ന പല കാര്യങ്ങൾ, അതായത് പൗലോസിന്റെ അഭിപ്രായങ്ങൾ ഒത്തിരി പങ്കുവച്ചിട്ടുള്ള ഒരു അധ്യായമാണ് 7-ാം അധ്യായം. അപ്പൊ കുറെ കാര്യങ്ങൾ പൗലോസ് അഭിപ്രായമായിട്ടാണ് പറയുന്നത്. നമുക്ക് ഈ താഴോട്ട് വരുമ്പോഴും ചില കാര്യങ്ങളിൽ പൗലോസിന്റെ അഭിപ്രായം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അവിടെ നമ്മൾ കാണുന്നത് കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ട് തരുന്നത്. അപ്പൊ അപ്പോസ്റ്റലിക് ടീച്ചിങ് എന്നുള്ള രീതിയിൽ ബൈൻഡ് ചെയ്യാത്ത പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വ്യഭിചാരം എന്ന് പറയുന്നത് എന്താണെന്നും ദുർനടപ്പ് എന്താണെന്നും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചിരുന്നു. 10-ാം വാക്യത്തിൽ ഒരു വാക്യം മാത്രമാണ്, 1-2 വാക്യങ്ങൾ മാത്രമാണ് കർത്താവ് തന്നെ കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുന്നു. 1-2 കാര്യങ്ങൾ മാത്രമാണ്. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, പിരിഞ്ഞു എന്ന് ഒരിക്കലും വിവാഹം കൂടാതെ പറക്കണം. ഇത് കർത്താവ് പറയുന്ന, കാരണം ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ വേർപിരിയാൻ പാടില്ല. വേർപിരിയേണ്ടി വന്നാൽ ഒരു സാഹചര്യം ഉണ്ടായാൽ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പൊ അവര് കല്യാണം കഴിക്കാത്തവരായിട്ട് തന്നെ താമസിക്കണം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചുള്ള ഉപദ്രവങ്ങള്, ഇഷ്ടമില്ലാതെ വരുമ്പോ പിരിയുന്ന പരിപാടി, വേറൊരാളെ കല്യാണം കഴിക്കുന്ന പരിപാടി, ഇങ്ങനെയുള്ളതെല്ലാം ഈ കൊരിന്ത് സഭയിൽ വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പറയാണ്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, അതുപോലെ ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും വരുത്. ഓക്കെ, ആ ഒരു വാക്യമാണ് കർത്താവ് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുന്നത്. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്. അപ്പൊ കർത്താവിന് ഒരൊറ്റ കാര്യത്തിൽ നിർബന്ധമുള്ളൂ, ഒരാൾക്ക് ഒരു പുരുഷൻ, ഒരു പുരുഷന് ഒരു സ്ത്രീ. അതല്ലാതെ മടുത്തു, ഡൈവോഴ്സായി, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഡൈവോഴ്സ് ആയി പോയാൽ പോലും രണ്ടാമത് കെട്ടാൻ പറ്റില്ല. കാരണം അത് ദൈവം അംഗീകരിക്കില്ല. ഇത് ദൈവം പറയുന്ന കാര്യമാണ്. 12-ാം വാക്യത്തിൽ പറയാണ്, എന്നാൽ ശേഷമുള്ളവരുടെ കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്. അപ്പൊ 11-ാം വാക്യം മാത്രമാണ് ആ ഒരു സെക്ഷനിൽ കർത്താവിന്റെ ബൈൻഡിങ് റൂൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, 1 man 1 husband. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ എത്ര ദിവസം ഒന്നിച്ച് താമസിച്ചു, ഇതൊക്കെ പൗലോസ് നമ്മളോട് ഒരു അനുവാദം പോലെ പറയുകയാണ്. വിവാഹ ജീവിതത്തിൽ പുലർത്തേണ്ട മറ്റു കാര്യങ്ങളൊക്കെ പൗലോസ് പറയുന്നത് അനുവാദം പോലെ, പൗലോസിന്റെ അഭിപ്രായം പറയുന്നത്. എന്നാൽ ഈ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ ബൈൻഡിങ് കൽപ്പനയാണ്. വൺസ് മാരീഡ്, ഇനി ഉപേക്ഷിക്കേണ്ടി വന്നാലും there is no remarriage. ഉപേക്ഷിച്ചാൽ അതും പരസംഗം ഹേതുവായിട്ട് മാത്രം ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും വേറൊരു വിവാഹത്തിന് പെർമിഷൻ ഇല്ല എന്നാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. ഇന്നലെ നമ്മൾ ആ വിഷയങ്ങൾ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. ഇവിടെ പറയുന്നത്, അവിശ്വാസികളും വിശ്വാസികളും ഒരു കുടുംബത്തിൽ വന്നാൽ എന്ത് ചെയ്യും? വിശ്വാസിയായ ഭർത്താവ്, അവിശ്വാസിയായ ഭാര്യ, അവിശ്വാസിയായ ഭാര്യ, വിശ്വാസിയായ ഭാര്യ, അവിശ്വാസിയായ ഭർത്താവ്. ഇതൊന്ന് വലിയൊരു ചലഞ്ചാണ്, പല വീടുകളിലുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ ഇവിടെ പറയുന്ന ആരാണോ വിശ്വാസി അയാൾ ഒരിക്കലും വേർപെട്ട് പോരുത്, എപ്പോഴും മറ്റേയാളോട് അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം.
അവിശ്വാസി എനിക്ക് വയ്യാന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ പോട്ടെ, പക്ഷെ നിങ്ങൾ വേറെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അവിശ്വാസിക്കാണെങ്കിൽ പിരിയാം, പക്ഷെ വിശ്വാസി ഒരിക്കലും പിരിയരുത്. ചേർന്ന് വസിക്കാൻ അവിശ്വാസി ഇഷ്ടമാണെങ്കിൽ ഒരു കാരണവശാലും ആ അവകാശം കൊടുക്കരുത്. കാരണം വിവാഹം ഒരിക്കൽ മാത്രമേ ഉള്ളൂ, രണ്ടാമതില്ല. അത് നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. വൺസ് മാരീഡ്, ദാറ്റ് മാരേജ് ഈസ് ഫോർ എവർ. അത് മരണം വരെ, ഒരു മരണത്താൽ മാത്രമേ ആ മാരേജിനെ വേർതിരിക്കാൻ സാധിക്കുള്ളൂ. 15-ാം വാക്യത്തിൽ പറയണ അവിശ്വാസി വേർപിരിയുന്നു എങ്കിൽ പിരിയട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരി ബദ്ധനായിരിക്കുന്നില്ല. എന്നാൽ വിളി എന്തിനാണെന്നറിയോ? ഇവരുമായിട്ടും കൂടെ സമാധാനത്തിൽ ജീവിക്കാനാണ്. അതാണ് വിളി. അവിശ്വാസി പിരിയുവാണെങ്കിൽ പിരിയട്ടെ, അതിൽ നമ്മൾ ബന്ധനത്തിലൊന്നുമല്ല. പിരിയുന്നവർ പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്നാൽ എന്നൊരു വാക്കോട് ശ്രദ്ധിച്ചോ. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ബന്ധം പിരിക്കാൻ വേണ്ടിയല്ല, ആ ബന്ധം ഒന്നിച്ചു പോകാൻ വേണ്ടിയാ. സമാധാനമായിട്ട് ഒന്നിച്ചു പോകാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 16-ാം വാക്യത്തിൽ പറയാണ്, സ്ത്രീയെ നീ എന്തിനാണ് ഇട്ടിട്ട് പോകുന്നത്? ഇട്ടിട്ട് പോകാൻ നീ ആലോചിക്കുവാണോ? എന്തിനാണ് ഇട്ടിട്ട് പോകുന്നത്? നീ നിമിത്തം നിന്റെ ഭർത്താവ് രക്ഷ കണ്ടെത്തില്ല, നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ, നീ നിന്റെ ഭാര്യയ്ക്ക് നീ രക്ഷ വരുത്തും എന്ന് നിനക്കറിയില്ലേ? നിനക്കറിയാൻ പറ്റത്തില്ല. അത് ഇറ്റ് ഈസ് പോസിബിൾ. കാരണം എത്ര ദിവസം കഴിഞ്ഞാണ്, എത്ര നാള് കഴിഞ്ഞാണ് ഈ ഭാര്യയുടെ സ്വഭാവത്താൽ ഭർത്താവും ഭർത്താവിന്റെ സ്വഭാവത്താൽ ഭാര്യയും ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതെന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു അവിശ്വാസി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ഉപേക്ഷിക്കരുത്, ഇട്ട് കളയരുത് എന്ന് വേദപുസ്തകം പറയുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ചോദിച്ചാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കൊണ്ട് ചാറ്റില് ചോദിക്കാവുന്നതാണ്. നമുക്ക് അവസാനം അത് ക്ലിയർ ചെയ്യാം. 17-ാം വാക്യം മുതലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എന്നാൽ ഓരോരുത്തരും കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തരെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത്. ദിസ് ഈസ് പൊളൈൻ കമാൻഡ്മെന്റ്. ഓക്കെ, അത് ബൈൻഡിങ് ആണ്, ഇതൊരു ആജ്ഞയാണ്. എന്താണ് ആജ്ഞ? ദൈവം എങ്ങനെ നമ്മളെ വിളിച്ചോ അതുപോലെ തന്നെ നമ്മൾ നടക്കുക, ഏത് കാര്യത്തിലായാലും. എന്നാൽ ഓരോരുത്തരും കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തരെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത്. ഒരുത്തൻ പരിച്ഛേദനയോടെ വിളിക്കപ്പെട്ടോ, യഹൂദൻ സ്നാനപ്പെട്ടോ, ഓക്കെ, യഹൂദനായി തന്നെ ജീവിക്കുക. എന്ന് പറഞ്ഞാൽ പരിച്ഛേദന തെറ്റായി പോയല്ലോ എന്ന് പറഞ്ഞവൻ അനുഭവിക്കേണ്ട കാര്യമില്ല. ഡോണ്ട് മൈൻഡ് ദാറ്റ് സർക്കംസിഷൻ, അതങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ അവനെ ജാതിയായ അഗ്രകർമ്മത്തോടെ വിളിച്ചോ, പിന്നെ പോയി പരിച്ഛേദന ഏറ്റ് യഹൂദനാകാൻ ശ്രമിക്കേണ്ട. ഇവിടെ പറയുന്നത് പരിച്ഛേദന ഒന്നുമല്ല, അഗ്രകർമ്മം ഒന്നുമല്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. അപ്പം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതല്ലാതെ ബാക്കി ഒരു കാര്യത്തിലും നമ്മൾ വിധി പ്രസ്താവിക്കേണ്ട കാര്യമില്ല എന്ന് ഇവിടെ പറയുന്നു. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. നമ്മൾ പലപ്പോഴും ദൈവവേലയ്ക്ക് വിളിക്കുമ്പം ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പോയി നല്ലൊരു ജോലിയൊക്കെ ചെയ്ത് ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യാം എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ നിങ്ങളെ സുവിശേഷ വേലയ്ക്ക് വിളിക്കുമ്പം നിങ്ങൾ ജോലി ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ദൈവം സുവിശേഷ വേലയ്ക്ക് വിളിച്ചതെങ്കിൽ പിന്നെ ജോലി അന്വേഷിച്ച് പോകരുത്, അപ്പൊ തന്നെ ഇറങ്ങിക്കണം. അതാണ് കറക്റ്റ്. പിന്നൊരു ജോലി ചെയ്തിട്ട് ഞാൻ സുവിശേഷ വേല ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇഫ് ഗോഡ് കോൾസ് യു ഫോർ മിനിസ്ട്രി വെൻ യു ഡോണ്ട് ഹാവ് എനി ജോബ്, അങ്ങനെ തന്നെ ഇറങ്ങുക. ഇനി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇട്ടിട്ട് പോവുക. അത് ദൈവത്തിന്റെ ആ ശബ്ദം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. വെൻ ഗോഡ് കോൾസ് യു, ഏത് സ്ഥലത്താണെങ്കിലും പിന്നീട് നമ്മൾ എന്തെങ്കിലും പോയി ചെയ്യേണ്ട കാര്യമില്ല. അവിടെ വെച്ച് തന്നെ ആ കോൾ ഏത് പൊസിഷനിൽ അക്സെപ്റ്റ് ചെയ്തോ അവിടെ തന്നെ അത് നമ്മൾ തുടരുക. ഇവിടെ പറയുന്നത്, നീ ദാസനായി വിളിക്കപ്പെട്ടിരിക്കുന്നോ, വ്യസനിക്കരുത്. സ്വതന്ത്രനാകാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ഇതൊരു ഭയങ്കര കട്ടിയുള്ളൊരു വാക്യമായിട്ട് നമുക്ക് തോന്നും. ഇവിടെ പറയുന്നത് നമ്മളെ ഒരു സെർവന്റ് ആയിട്ടാണ് വിളിച്ചതെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ദാസനായി, അന്നത്തെ കാലത്ത് അടിമകൾ ഉണ്ടായിരുന്നു. അപ്പൊ അടിമകൾ സ്വാതന്ത്ര്യം കിട്ടാൻ ഒരു വഴി ഉണ്ടെങ്കിൽ പോലും അതിനെ അന്വേഷിക്കേണ്ട എന്നാണ് പറയുന്നത്, പൗലോസ് പറയുന്നത്. അല്ലെ, അങ്ങനെയല്ലേ ഇവിടെ പറയുന്നത്? നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, വ്യസനിക്കരുത്. സ്വതന്ത്രനാകാൻ നിനക്ക് കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. അപ്പൊ ഇങ്ങനെ പറയുന്നതിനകത്ത് നമുക്ക് ചിലപ്പോൾ ഒരിത്തിരി വിഷമം തോന്നിയേക്കാം. എന്താണ് പൗലോസ് ഇങ്ങനെ പറയുന്നത് നമുക്കൊരു സംശയം തോന്നാം. ഇവിടെ ദാസനായി നിങ്ങൾ ഇരിക്കുന്നതിൽ സന്തോഷിക്കുക എന്ന് പറയാനുള്ള കാരണം, ഈ ലോകത്ത് നമ്മൾ ദാസനായിരുന്നാലും യജമാനായിരുന്നാലും കഷ്ടം സഹിക്കാതെ കർത്താവിന്റെ പിന്നാലെ പോകാൻ പറ്റത്തില്ല.
യജമാനനായി മാറിയാൽ അല്ല സ്വതന്ത്രനായി മാറിയാൽ എനിക്ക് കഷ്ടങ്ങൾ മാറും എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് വിളിയിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടാലും പാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഏത് അവസ്ഥയിൽ നമ്മൾ വിളിക്കപ്പെട്ടാലും നമ്മൾ അത് തിരുത്താൻ ശ്രമിക്കേണ്ട എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം പൗലോസ് ഇതിനെ താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, മനുഷ്യർക്ക് ദാസനായി ഇരിക്കരുത് എന്നും പറയുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളുടെ സെർവന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ മനുഷ്യന്റെ ദാസനല്ല, എന്നെ വിളിച്ച ദൈവത്തിന്റെ ദാസനാണ്. എവിടെ ചെന്നാലും ഏത് ജോലി ചെയ്താലും ഏത് പ്രതിസന്ധിയുടെ നടുവിലായാലും ഞാൻ ഈ യജമാനന് വേണ്ടി അല്ല ഞാൻ ഈ പണി ചെയ്യുന്നത്, എന്നെ മഹത്വത്തിലേക്ക് വിളിച്ച ആ യജമാനന്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ആരും മനുഷ്യരുടെ ദാസന്മാരല്ല. നിങ്ങൾ എന്ത് പണി ചെയ്താലും മനുഷ്യരുടെ ദാസന്മാരല്ല. കാരണം അവിടെ നിങ്ങളെ വെച്ച ഒരു ദൈവമുണ്ട്. ഈ മനുഷ്യര് കാണാൻ വേണ്ടി അല്ല നമ്മൾ അധ്വാനിക്കുന്നത്, ദൈവമാണ് അത് കാണുന്നത്. നമ്മുടെ അധ്വാനം സത്യസന്ധമാണോ? നമ്മൾ മേടിക്കുന്ന സാലറിക്കുള്ള പണി നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ മുങ്ങി നടക്കുവാണോ? വിദ്യാർത്ഥികളാണെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾക്കനുസരിച്ച് ഞാൻ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ദൈവത്തിന് മുൻപിൽ ചെയ്യുന്നത് പോലെയാ, അല്ലാതെ ടീച്ചർമാരുടെ മുമ്പിലോ മാതാപിതാക്കളുടെ മുമ്പിലോ അല്ല ചെയ്യുന്നത്. നമ്മൾ ഏത് പൊസിഷനിൽ ഇരുന്നാലും വി ആർ സ്റ്റാൻഡിങ് ബിഫോർ ദ ലോർഡ്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന പോലെയാ. അപ്പൊ ഇവിടെയുള്ള യജമാനന്മാർ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അവരല്ല നമ്മുടെ യഥാർത്ഥ യജമാനന്മാര്. യഥാർത്ഥ യജമാനൻ ദൈവമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും ഭയങ്കരമായ പ്രശ്നം. കാരണം ഏത് സാഹചര്യത്തിലും വി സീ ഗോഡ്, ഓൺലി ദ ലോർഡ് ആസ് അവർ മാസ്റ്റർ. ഇതുണ്ടോ? ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ യഹൂദനായി വിളിക്കപ്പെട്ടാൽ യഹൂദനായി തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ആ യഹൂദന്മാരുടെ ആചാരങ്ങളെല്ലാം ചെയ്ത് ടെമ്പിളിൽ പോയി അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല. ഹിന്ദു മാർഗത്തിൽ നിന്ന് വിളിക്കപ്പെട്ടു എന്നൊരാൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനർത്ഥം എന്നാ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിത അവസ്ഥകളിൽ നമ്മൾ ചെയ്യുന്ന ഒരു കഠിനാധ്വാനത്തിൽ പാപവുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളിലാണ് ഇത് പറയുന്നത്. പാപത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇത് നമുക്ക് നേരത്തെ അറിയാം. വിഗ്രഹാരാധന പാപമാണെന്നറിയാം, പഴയ പ്രമാണങ്ങൾ അനുസരിച്ചും പാരമ്പര്യങ്ങൾ അനുസരിച്ചും പോകുന്ന പാപമാണെന്നറിയാം. പാപത്തോട് നമ്മൾ വേർപെട്ടിരിക്കണം. പക്ഷേ ഈ ലോകത്തുള്ള യജമാനന്മാർ നമ്മളൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി ദൈവത്തിന് മുമ്പിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യണമെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാണ്, അതുകൊണ്ടോ എന്തുകൊണ്ട് നീ ദാസനായി വിളിക്കപ്പെട്ടോ വ്യസനിക്കരുത്, സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നുകൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പണി ചെയ്താലും നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മുടെ യജമാനൻ കർത്താവാണ്. അപ്പം ഇവിടുത്തെ യജമാനൻ വിളിച്ച് വഴക്ക് പറയുമോ? സാരമില്ല, കർത്താവിന്റെ മുമ്പിൽ എന്റെ പണി പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് സന്തോഷിക്കാം. കാരണം എന്റെ യഥാർത്ഥ യജമാനൻ ദൈവമാണ്. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ദാസത്വം എല്ലാവർക്കും ഉണ്ട്. സ്വതന്ത്രനായവർക്കും ഉണ്ട്, ായിരിക്കുന്നവർക്കും ഉണ്ട്. എല്ലാവരും കർത്താവിന്റെ ദാസന്മാരും കർത്താവിൽ സ്വാതന്ത്ര്യമുള്ളവരുമാണ്. ഇതൊരു റെറ്ററിക് പ്രയോഗമാണ്. അതുകൊണ്ട് നമുക്ക് അതേ അർത്ഥത്തിലല്ല അത് മനസ്സിലാക്കുന്നത്. ഒരേ ആശയത്തെ ഒന്ന് ഊന്നി പറയാൻ വേണ്ടി ഒരു ശൈലിയായിട്ട് പ്രയോഗിച്ചിട്ടാണ് പൗലോസ് ഇത് പറയുന്നത്. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. കാരണം കർത്താവിന്റെ മുമ്പിൽ അവന്റെ സ്വാതന്ത്ര്യത്തിനൊരു കുറവില്ല. അതുപോലെ തന്നെ ഇവിടെ സ്വതന്ത്രനാണെന്ന് വിചാരിക്കുന്നവനും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ദാസനാണ്. അപ്പൊ നമ്മളെല്ലാവരും കർത്താവിൽ സ്വതന്ത്രനും ദൈവത്തിന്റെ ദാസനുമാണ്. അപ്പൊ വാട്ട് മാറ്റേഴ്സ് എന്നുള്ളത് ഈ ഭൂമിയിലുള്ള കാര്യമല്ല, ഈ ഭൂമിയിലുള്ള സ്റ്റാറ്റസ് അല്ല. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത്. എവിടെ യജമാനനായാലും ദാസനായാലും നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ദാസന്മാരുമാണ്. ഇത് നമ്മെ സംബന്ധിച്ച്, എല്ലാവരെയും സംബന്ധിച്ച് എപ്പോഴും സത്യമാണ്. ദാറ്റ്സ് ദ ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ്. അതല്ലാതെ ഒന്നും നമുക്ക് വിലയേറിയതല്ല എന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ മുകളിലുള്ള ബോസ് അല്ലെങ്കിൽ യജമാനൻ നമ്മളോട് ഇത്തിരി ക്രൂക്കമായിട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉണ്ടാകുന്ന ആൾക്കാരാണ് നമ്മൾ പലരും. അപ്പൊ നമ്മളെല്ലാം അങ്ങനെ ജോലിയുടെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള കഷ്ടങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐ എം നോട്ട് ഹിസ് സെർവന്റ്, ഐ ആം ദ സെർവന്റ് ഓഫ് ദ ലോർഡ്. അപ്പൊ കർത്താവിന്റെ ഒരു ദാസനെ ഈ പണി ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവൻ അത് എങ്ങനെ ചെയ്യുമോ അത് ചെയ്യുക എന്നുള്ളതാണ് എന്റെ മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുന്നത്. സോ ഐ ആം ഫ്രീ ഇൻ ഹിം, അറ്റ് ദ സെയിം ടൈം ഐ എം ബൗണ്ട് ടു ഒബേ ഹിസ് കമാൻഡ്മെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ എന്ത് പണി ഈ ലോകത്ത് ചെയ്താലും വി ആർ ഹിസ് സെർവൻസ്, ദൈവത്തിന്റെ ദാസന്മാരാണ്. ഇപ്പം കോവിഡ്
കൊറോണ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി നഴ്സുമാര്, ഡോക്ടർമാര്, പോലീസുകാര്, റോഡില് ഒത്തിരി പേര് കഷ്ടപ്പെടുന്നുണ്ട്. പലരും, ചില ആൾക്കാർക്ക് ലോക്ക്ഡൌൺ ഭയങ്കര സുഖമാണ്, വീട്ടിലിരിക്കുക, ഒരു പണിയുമില്ല, വർക്ക് ഫ്രം ഹോം, എത്രയോ നാളായിട്ട് റെസ്റ്റില്ല. എന്നാൽ വേറെ ചില ആൾക്കാർ അതിന്റെ പകരവും കൂടെ കിടന്ന് കഷ്ടപ്പെടും. അപ്പൊ അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ പ്രൊഫഷന് പോകണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇപ്പൊ നമുക്ക് ഇത് വായിക്കാൻ പറ്റിയൊരു വാക്യമാണ്. നമ്മൾ ഏത് അവസ്ഥയിൽ ഇരിക്കുന്നോ ആ അവസ്ഥയിൽ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരും കർത്താവിൽ സ്വതന്ത്രരുമാണ്. പണിയുന്നവരായാലും ചുമ്മാ ഇരിക്കുന്നവരായാലും നമ്മൾ സ്വതന്ത്രരാണ്, അതേസമയത്ത് നമ്മൾ കർത്താവിന്റെ ദാസന്മാരുമാണ്. ആ ഒരു യജമാനൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. അത് മാത്രമാണ് മാറ്റർ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്രസക്തമാണ് എന്നീ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. 23-ാം വാക്യം പറയാണ്, എന്തുകൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ ദാസന്മാരാകരുത്. ഈ മനുഷ്യരുടെ ദാസന്മാരാകുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ ഉത്തരവാദിത്വം ഇല്ലാത്തവരും ഉഴപ്പന്മാരും ആകുമ്പോഴാണ് നമ്മൾ മനുഷ്യരുടെ ദാസന്മാരാകുന്നത്. അപ്പൊ മനുഷ്യര് നമ്മൾ ഉഴപ്പന്മാരും ഒന്നും കൃത്യമായിട്ട് ചെയ്യാത്തവരായി കഴിയുമ്പോൾ ഈ മനുഷ്യർ നമ്മളെ വിളിച്ച് ശാസിക്കാൻ തുടങ്ങും. താൻ എന്താണോ ചെയ്യാത്ത, അപ്പൊ നമ്മൾ ആരുടെ ദാസനായി? നമ്മൾ വിനീത വിധേയരായിട്ടാണ്. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിന്റെ ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ മനുഷ്യർക്ക് നമ്മൾ ദാസന്മാരാകാതിരിക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ദൈവത്തിന് എന്ന പോലെ ചെയ്യാന്നുള്ളതാണ്. അത് ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്ക് ഒരൊറ്റ വർക്ക് എത്തിക്കേ ഉള്ളൂ. ദർസ് ഓൺലി വൺ വർക്ക് എത്തിക്. അതിതാണ്, കർത്താവാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, അത് അതുപോലെ കംപ്ലീറ്റ് ചെയ്യണം. ദാറ്റ്സ് ദ വർക്ക് എത്തിക്. അപ്പൊ നമ്മൾ കർത്താവിന്റെ ദാസന്മാരായിട്ട് മാറും. ഓക്കെ, അപ്പൊ പിന്നെ അവിടെ ബലഹീനത വന്നു, നമുക്ക് അറിവില്ലാത്ത കാര്യം കൊണ്ട് ബലഹീനതകൾ വന്നു. ഓക്കെ, ഒന്നും ചിന്തിക്കണ്ട, ബിക്കോസ് ദ ലോർഡ് ഈസ് ദെയർ. അവനാണ് നമ്മുടെ യജമാനൻ. ഒന്ന് പോയാൽ അടുത്തത് ദൈവം കണ്ടോളും. ഹി നോസ്. പക്ഷെ നമ്മൾ ഉദാസീനരായി മടി പിടിച്ച് നമ്മുടെ ടൈം ഒരു എക്സ്ക്യൂസ് ആയിട്ട് തിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യരുടെ ഭരണത്തിന്റെ കീഴിലേക്ക് നമ്മുടെ തലയെ കൊണ്ട് വെക്കുകയാണ്. എനിക്കിത് ഇത്രയും പറഞ്ഞത്, എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞോന്ന് എനിക്കറിയില്ല, മനസ്സിലായോ എന്നറിയില്ല. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻ യു ക്യാൻ പുട്ട് ദോസ് ഇൻ ചാറ്റ് സെക്ഷൻ. അപ്പൊ എന്തുകൊണ്ട് മനുഷ്യർക്ക് ദാസന്മാരാകരുത്? ഇത് വളരെ പൗലോസ് പറയുന്നത് വളരെ ആഴമുള്ള ഒരു കാര്യമാണ്. ഇതിനിടയിലൂടെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ദാറ്റ്സ് ദ റീസൺ. യു ഡോണ്ട് ബിലോങ് ടു എനി മാൻ, യു ബിലോങ് ടു ക്രൈസ്റ്റ്. നിങ്ങളെ ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന, സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ മനുഷ്യനാണ്. അപ്പൊ സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ക്രിസ്തുവിൽ ആണ്. അതുകൊണ്ട് മുഴുവനോ കർത്താവിനോട് റിപ്പോർട്ട് കൊടുക്കുന്നത്. രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. കർത്താവെ, ഞാൻ ഇത്ര സമയം നല്ല ഉത്തരവാദിത്തോടെ ഇരുന്നു, പക്ഷെ ചില സമയത്ത് എനിക്ക് തെറ്റിപ്പോയി, നിന്റെ മുമ്പിൽ ഞാൻ നല്ല ദാസനായിരുന്നില്ല. അത് കർത്താവിനോട് റിപ്പോർട്ട്. ബിക്കോസ് വി ആർ ഓൾ സെർവൻസ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും, എന്ത് അവസ്ഥയിൽ നമ്മളെ വിളിച്ചാലും അവിടെ എല്ലാം വി ആർ സെർവിങ് ദ ലോർഡ് ഇൻ ഡൂയിങ് അവർ ഡ്യൂട്ടീസ്. അതാണ് ഇവിടെ പറയുന്നത്. ദൃഷ്ടിസേവ നിമിത്തമല്ല. അത് പിന്നീട് നമ്മൾ ആ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുക. എന്തുകൊണ്ട് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുക? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ ദാസന്മാരാകരുത്. അപ്പൊ ദൈവത്തിന്റെ സ്വന്തമാണ് നമ്മൾ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും മനുഷ്യരുടെ ദാസനായി പോകുന്ന ഒരു രീതിയിൽ നമ്മൾ മനഃപൂർവ്വമായി ഉദാസീനരാകരുത്. വി ഷുഡ് വർക്ക് ഹാർഡ് ഇൻ wherever we are. ഏത് പൊസിഷനിൽ നമ്മളായാലും we need to work hard. കാരണം we are doing it for the Lord, for his glory. അവന്റെ മഹത്വത്തിനായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതാണ് ക്രിസ്ത്യാനി ഫോളോ ചെയ്യുന്ന ഒരേ ഒരു വർക്ക് എത്തിക്. ഓക്കെ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതുകൊണ്ട് മനുഷ്യർക്ക് ദാസന്മാരാകരുത് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ കേൾക്കരുത് നല്ലതിന്റെ അർത്ഥം. ഇത് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുന്ന പോലെ. ന്യായപ്രമാണം ആർക്കുള്ളതാ? അനുസരണക്കേട് കാണിക്കുന്നവർക്കുള്ളതാ. അതുപോലെ ഈ ലോകത്തെ നിയമങ്ങൾ, ഈ ലോകത്തെ യജമാനന്മാരെല്ലാം അനുസരണക്കേട് കാണിക്കുന്നവരെ പിടിക്കാനുള്ളതാണ്. നിങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോൾ, ഇപ്പം ലോക്ക്ഡൌൺ നിയമങ്ങൾ ലംഘിച്ചു, റോട്ടിൽ തുപ്പി, പോലീസ് പിടിച്ചു, മാസ്ക് ഇല്ലാതെ പോയി പോലീസ് പിടിച്ചു, അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കേസുകൾ. അവിടെ എല്ലാം നമ്മൾ ദാസന്മാരായി പോയത് എവിടെയാ? അനുസരിക്കാതിരിക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ നമ്മൾ ദാസന്മാരാകുന്നില്ല. ബട്ട് വി ആർ ബൗണ്ട് ടു ഒബേ ഓൾ റൂൾസ്. അതാണ് ന്യായപ്രമാണത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ന്യായപ്രമാണം നമുക്കുള്ളതല്ല, അനീതിമാന്മാർക്കുള്ളതാണ് എന്ന് പറഞ്ഞ ന്യായപ്രമാണം വേണ്ടെന്നല്ല. അതവിടെ ഇരിക്കണം. നമ്മൾ കർത്താവിൽ ജനിച്ചവർ എന്നുള്ള രീതിയിൽ അതിന്റെ മുകളിൽ ജീവിക്കണം. അത് നമ്മളെ പിന്നെയും ദാസ്യത്വത്തിൽ കുരുക്കാൻ പാടില്ല.
24-ാം വാക്യം പറയാണ്, സഹോദരന്മാരെ ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. ഇത് വിവാഹത്തെ കുറിച്ച് പറയുമ്പം പൗലോസിന്റെ അഭിപ്രായം പറയുന്നത്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം വിവാഹത്തെ കുറിച്ച്. കാരണം പൗലോസിന് വിവാഹത്തോട് അത്ര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളല്ലായിരുന്നു. പൗലോസ് പലപ്പോഴും കല്യാണം കഴിക്കാൻ പറയുന്നത് തന്നെ അഴലാതിരിക്കാൻ, പാപം ചെയ്യാതിരിക്കാനൊക്കെ കല്യാണം കഴിക്കാനാണ് പൗലോസ് പറയുന്നത്. അത് സ്വന്തം അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട്. 24-ാം വാക്യം പറയാണ്, സഹോദരന്മാരെ നിങ്ങൾ ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കട്ടെ. 25-ാം വാക്യം, കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പന ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ചോദിക്കാൻ, ബൈബിളിലെ കർത്താവിന്റെ കൽപ്പന അല്ലാത്ത കാര്യങ്ങളും ഉണ്ടോ ബ്രദറെ? നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് വേണേ ചോദിക്കാം അല്ലെ. അപ്പൊ പൗലോസ് പറയാണ് ഇത് കർത്താവിന്റെ കൽപ്പന അല്ല എന്ന്. ഇതിന് എന്തുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനത്തെ വാക്യങ്ങൾ ഉള്ളത്? കർത്താവിന്റെ കൽപ്പനയല്ല, പൗലോസിന്റെ അഭിപ്രായം. പ്രിയ സഹോദരങ്ങളെ, പുതിയ നിയമത്തിന്റെ നിയമങ്ങൾ പാപത്തെ, മോറാലിറ്റിയെ സംബന്ധിക്കാത്ത കുറെ നിയമങ്ങളുണ്ട്. അല്ല, പുതിയ നിയമത്തിൽ അങ്ങനെ പ്രത്യേകമായ നിയമങ്ങളില്ല. പക്ഷെ പിന്നീട് ചില കാര്യങ്ങളിൽ വഷളായി പോകുന്നത് കൊണ്ട് അപ്പോസ്തലന്മാരെ ചില ബൗണ്ടറീസ് വെച്ചിട്ടാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പരിജ്ഞാനത്തിലേക്ക് പോകാത്ത ആളുകൾക്ക് വഴി കാണിക്കാൻ വേണ്ടിയുള്ള സൂചനകൾ അപ്പോസ്തലന്മാർ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അത് എന്തുകൊണ്ടാണ് ബൈബിളിൽ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്ന ഉത്തരം, ചേസ് എന്ന് പറയുന്ന ഞാൻ ഇന്ന് പറയുന്നതിനേക്കാളും ലോകത്തുള്ള ഏത് മനുഷ്യൻ പറയുന്നതിനേക്കാളും വിലയേറിയ അഭിപ്രായമാണ് അപ്പോസ്തലന്റേത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്കത് ബൈൻഡിങ് ആണ് ഒരർത്ഥത്തിൽ. കാരണം ചേസ് പറയുന്ന അഭിപ്രായത്തെക്കാളും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു 2 PhD ഉള്ള അല്ല 10 PhD ഉള്ള ഒരു തിയോളജിയും പറയുന്നതിനേക്കാളും ദൈവത്തിന്റെ വെളിപ്പാടുള്ള പത്രോസ് പൗലോസ് പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പന ഇല്ലേ, വിശ്വസ്തനാകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. അപ്പൊ പൗലോസിന് അവന്റെ അഭിപ്രായം പറയാം, കാരണം കർത്താവിന്റെ കരുണയുണ്ട്. അഭിപ്രായം പറഞ്ഞാൽ അത് കേൾക്കാൻ നമുക്ക് ബാധ്യസ്ഥതയുമുണ്ട്. ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഒബേ. ഇനി അടുത്ത വാക്യം നോക്കിയേ, കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. ഇപ്പോഴത്തെ കഷ്ട ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നന്ന് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഇന്നത്തെ പല ആൾക്കാരും പറയുന്നുണ്ടായിരിക്കും ഒരു പക്ഷെ, കഷ്ടകാലം ഓർത്താൽ കല്യാണം കഴിക്കാതിരിക്കുന്ന ഭേദം. ഇതാണ് പൗലോസോട് പറയുന്നത്. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാലുള്ള കഷ്ടത ഓർത്താൽ കല്യാണം കഴിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് പറയാണ്, നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ട് ഓൾറെഡി ഭാര്യ ഉണ്ടോ? വേർപാട് അന്വേഷിക്കരുത്. നിനക്ക് ഭാര്യ ഇല്ലേ? ഭാര്യ അന്വേഷിക്കരുത്. അപ്പം കല്യാണം കഴിക്കാത്തവർ നീ എന്ത് ചെയ്യരുത്? കല്യാണം കഴിച്ചവർ രക്ഷപ്പെട്ടു, കല്യാണം കഴിക്കാത്തവര് ഇനി കല്യാണം കഴിക്കരുത്. അങ്ങനെയാണോ അത്? അങ്ങനെയല്ല. അടുത്ത വാക്യം നോക്കിയേ, നാം വിവാഹം ചെയ്താലും, നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താലും ദോഷമില്ല, കല്യാണം കഴിക്കണമെങ്കിൽ പോയി കഴിച്ചോ. അങ്ങനെ പറയുന്നു. ഇപ്പൊ പൗലോസ് ഈ പറയുന്ന അഭിപ്രായങ്ങളെ കുറിച്ച് ഒത്തിരി ആൾക്കാർക്ക് വിഷമമുണ്ട്. കാരണം വിവാഹം മാന്യമാണ്, ദൈവം നിയമിച്ചതാണ്, ദൈവം കൽപ്പിച്ചതാണെന്നൊക്കെ അറിയാം. പക്ഷെ പൗലോസ് പറയുന്നത് വെച്ചാൽ കൊരിന്ത് സഭയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടും നിൽക്കാൻ പറ്റുന്നില്ല, തമ്മിൽ വഴക്കും ബഹളവും, വിശുദ്ധീകരണത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാതെ ലോകത്തിൽ മുഴുകി ജീവിക്കുന്ന ജനം. അപ്പൊ പൗലോസ് പറയുന്നത് കല്യാണം കഴിക്കാതിരിക്കുമായിരുന്നു ഇതിനേക്കാളും നല്ലത്. കാരണം ഈ ലോകത്തിൽ പോയി കുരുങ്ങുന്നതിനേക്കാളും നല്ലത്. അപ്പം കൊരിന്ത് സഭയോട് പറയുന്ന ആ ഒരു അഭിപ്രായമാണ് പൗലോസോട് രേഖപ്പെടുത്തുന്നത്. അടുത്ത വാക്യം പറയാണ്, നീ വിവാഹം ചെയ്താലും കുഴപ്പമില്ല, കന്യകയും വിവാഹം ചെയ്താലും കുഴപ്പമില്ല, എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടത ഉണ്ടാകും, അത് നിങ്ങൾക്ക് വരരുതെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ ഇത്രയും പറയുന്നതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വളരെയധികം ആഴത്തിലോട്ട് ഈ കാര്യങ്ങളിൽ പോകേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയിലുള്ള ആർക്കെങ്കിലും, ലോകത്തിലുള്ള എവിടെയെങ്കിലും ഒരാൾക്ക് കല്യാണം കഴിക്കേണ്ട എന്ന് തോന്നുവാണെങ്കിൽ, അങ്ങനെ ഒരു ദൈവിക നിയോഗമുണ്ട്, എനിക്ക് വിവാഹം കഴിക്കാതെ ഞാൻ ജീവിക്കാൻ പോവുകയാണ് എന്നൊരു ദൈവിക നിയോഗമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവനെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം വിവാഹം കഴിക്കുന്നത് അത്ര വലിയൊരു ആനക്കാര്യമായിട്ട് നമ്മൾ കാണണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒത്തിരി സഹോദരന്മാരും സഹോദരിമാരും ഇപ്പൊ വിവാഹം കഴിക്കാത്തവരായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും അവരെ കാണുമ്പോൾ സിമ്പതിയാ, അയ്യോ കല്യാണം നടന്നില്ലേ,
അയ്യോ എന്താ കല്യാണം നടക്കാത്തത്, ഇങ്ങനൊരു സിമ്പതിയാ. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടല്ല, വിവാഹം കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകമായ ഒരു അനുഗ്രഹമെന്നോ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് അത് പ്രത്യേകമായ അനുഗ്രഹമൊന്നും ഒന്നുമില്ല. കഴിച്ചാലും നല്ലത്, കഴിച്ചില്ലേലും നല്ലത്. ദൈവം അനുവദിച്ചാൽ കല്യാണം കഴിക്കുക, കഴിച്ചില്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കുക. പക്ഷെ അഴലരുത്, പാപത്തിൽ വീഴരുത്, ബലഹീനതകളിൽ വീഴുമെന്ന് തോന്നുവാണെങ്കിൽ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കുക. ഇങ്ങനെയാണ് പൗലോസിന്റെ ഭാഷ. ഇതാണ് പൗലോസിന്റെ ഭാഷ. പ്രിയ സഹോദരങ്ങളുടെ, നമ്മുടെ ഇടയിലും കല്യാണം കഴിക്കാത്ത ശുശ്രൂഷകരുണ്ടായി വരട്ടെ, കുഴപ്പമൊന്നുമില്ല. നിയമമാക്കാതിരുന്നാൽ മതി, TPM-കാർ ചെയ്യുന്ന പോലെ. സഭാ ശുശ്രൂഷകരാകണ്ട, പക്ഷെ മറ്റു ശുശ്രൂഷകളൊക്കെ അവർക്ക് ചെയ്യാം. അപ്പൊ അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണ്ട എന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല. ഇനി ചെയ്തു കഴിഞ്ഞ് കഷ്ടത ഉണ്ടാവും, അത് ഉറപ്പാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഞങ്ങളുടെ കല്യാണത്തിൽ ഭയങ്കര കഷ്ടതയും വഴക്കുമാണ്, ബാക്കിയുള്ളവരെല്ലാം നല്ല സ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നത്, അപ്പൊ എന്റെ ജീവിതം ഇങ്ങനെ ആയി പോലും വിചാരിക്കേണ്ട. കല്യാണം കഴിച്ച സകല മനുഷ്യർക്കും കഷ്ടത ഉണ്ടാവും. എന്നേക്കാൾ മുമ്പ് കല്യാണം കഴിച്ചവരും എനിക്ക് ശേഷം കല്യാണം കഴിച്ചവരുമായ ഒരു വലിയ കൂട്ടം ജനത്തോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പറയുകയാണ്, കല്യാണം കഴിച്ച ഉറപ്പായിട്ടും കഷ്ടത ഉണ്ടാവും. പക്ഷെ കഷ്ടതയെ നമ്മൾ ഭയപ്പെടണ്ട, കാരണം കഷ്ടതയിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും കർത്താവിന്റെ ക്യാരക്ടറിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. സോ ഡോണ്ട് മേക്ക് എനി ലോ ഫോർ യുവർ സെൽഫ്. ദൈവം, ഞാൻ ഇത് ഇങ്ങനെ പറയുന്നു, ദൈവം എന്താണോ നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് ദൈവത്തിലും ശ്രദ്ധിക്കുക. വിവാഹം വേണ്ടാന്നാണെങ്കിൽ നോ പ്രോബ്ലം, നോ പ്രോബ്ലം. പക്ഷെ ഒരു കാര്യമുണ്ട്, പിന്നീട് റിഗ്രറ്റ് ചെയ്യരുത്. ഒരു കാര്യത്തിലും പിന്നീട് റിഗ്രറ്റ് ചെയ്യരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചോണം. കാരണം ദാറ്റ്സ് ഓൾവേസ് സേഫ്. സേഫ് അതാണ്. ഏത് മനുഷ്യനെ സംബന്ധിച്ചും കല്യാണം ഈസ് എ സേഫ്റ്റി. അതൊരു സേഫ്റ്റി നെറ്റാണ്. കാരണം അവന് ഒരു സെക്യൂരിറ്റി, ഒരു കുടുംബത്തിന്റെ സെക്യൂരിറ്റി ഈസ് എ സേഫ്റ്റി നെറ്റ് ഫോർ ഹിം. ഓക്കെ, ഇനി ഈ അടുത്ത വാക്യങ്ങളും ഇതുപോലെ ഈ പൗലോസ് 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലല്ല എഴുതിയതാണ്, പക്ഷെ അത് ഇന്നും അതുപോലെ തന്നെ റെലവെന്റ് ആണ്. ഒരിക്കലും ഞാനത് ബൈബിളിൽ ഏതെങ്കിലും ഒരു ഭാഗം ഒരു പശ്ചാത്തലത്തിലേക്ക് നമുക്ക് ചുരുക്കാൻ പാടില്ല. ദാറ്റ്സ് ആപ്ലിക്കബിൾ ഈവൻ നൗ. ഓക്കെ, നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല എങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് അത് വരരുതെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ ഇതൊന്നും ഇല്ലാതെ പോകാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. 29-ാം വാക്യം പറയാണ്, ഇനി എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോ പൗലോസ് എങ്ങനെ എഴുതിയാലും, ഞാൻ നിങ്ങൾക്ക് കട്ടിയാഹാരം തരുന്നില്ലെന്ന് പറഞ്ഞാലും പൗലോസ് എഴുതി വരുമ്പോൾ അത് അതിനകത്ത് വരും. ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ, അതായത് ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ആ ഒരു കുടുംബത്തിന്റെ ആ സുഖം, ആ എൻജോയ്മെന്റ് അത് വേണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും പറയാറുണ്ട്, ഈ വിവാഹത്തിനകത്തുള്ള ലൈംഗിക ബന്ധം ഒരു കമ്പൽഷൻ ആണ്. കമ്പൽഷൻ അല്ല, അതൊരു സ്നേഹത്തിന്റെ എക്സ്പ്രഷൻ ആണ്. ദാറ്റ്സ് നോട്ട് എ കമ്പൽഷൻ. ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തുള്ള എല്ലാ വിവാഹ അകത്തുള്ള എല്ലാ ലൈംഗിക ബന്ധങ്ങളും എല്ലാ പ്രവൃത്തികളും അഗപ്പെ എന്ന സ്നേഹത്തിൽ, ആ വ്യക്തിയോടുള്ള ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്നുണ്ടായി വരണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. ട്രൂ ലവിൽ നിന്ന്, വിശ്വാസത്താൽ ഉണ്ടാകുന്ന അഗപ്പയിൽ നിന്ന് മാത്രമേ പുറപ്പെടുന്നത് മാത്രമേ വിശുദ്ധമായിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ പ്രൈമറി റിലേഷൻഷിപ്പ്, ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള ഒന്നാമത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അഗപ്പെ ബന്ധം, അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഊഷ്മളതയാണ്. ദാറ്റ്സ് ദ പ്രൈമറി തിങ്. ഫ്ലഷ് കംസ് ഓൺലി നെക്സ്റ്റ്. ഇന്ന് പലപ്പോഴും തെറ്റിദ്ധാരണയുള്ളത്, വിവാഹം എന്ന് പറയുന്നത് ലൈസൻസ് ടു ഇൻഡൾജ് ഇൻ ഫ്ലഷ് പ്ലഷേഴ്സ്. അതിന് ലൈസൻസ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇഫ് ദാറ്റ്സ് നോട്ട് റൂട്ടഡ് ഇൻ അഗപ്പെ, ദാറ്റ്സ് നോട്ട് സാങ്ക്ടിഫൈയിങ് us. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത് ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ റിലേഷൻഷിപ്പിനകത്തുണ്ടാകുന്ന ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അഗപ്പെ. എന്തും ക്ഷമിക്കാനും സ്നേഹിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും കരുതാനും താണു കൊടുക്കാനും തോറ്റു കൊടുക്കാനും വിട്ടുകൊടുക്കാനും വേണമെങ്കിൽ കൂടെയുള്ള ആൾക്ക് വേണ്ടി മരിക്കാനും, ആ ഒരു അഗപ്പെ ഇല്ലെങ്കിൽ
ബാക്കിയുള്ള ഒന്നിനും യാതൊരു പ്രസക്തിയുമില്ല. ഒരു രോഗം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുന്ന ആ സപ്പോർട്ട്, ആ ബന്ധം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ ഓൺലി അതർ തിങ്സ് കം. അതുകൊണ്ട് സാധാരണ ലോകത്തിലുള്ള മനുഷ്യർ വിവാഹത്തെ ഒരു പ്ലഷറിനുള്ള ഒരു ഉപാധിയായിട്ട് കാണുമ്പോൾ, വിശ്വാസികൾ അങ്ങനെയല്ല. വിശ്വാസികൾക്ക് ആ ഒരു പ്ലഷർ അല്ല അവരുടെ ഉദ്ദേശം, വിശുദ്ധീകരണമാണ്. അത് വേണ്ടെന്നല്ല, പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടന്റ് അഗപ്പയിൽ നമ്മൾ റൂട്ടഡ് ആവുക എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് വിവാഹ ഭാര്യാഭർത്തൃ ബന്ധം. ഒരാളെ നമ്മുടെ വീട്ടിലേക്കും കയറ്റി വിടുക, നമ്മുടെ വീട്ടിലേക്കല്ല, നമ്മുടെ ജീവിതത്തിനകത്തേക്ക്. ഇൻട്രാവീനസ് ഇൻവേസീവ് സർജറി എന്നൊക്കെ പറയുന്ന പോലെ അകത്തേക്ക് കയറ്റി വിടുക. മനസ്സെല്ലാം അവർ തപ്പിപ്പറക്കിയിടും. ഒരു സ്പൗസ്, ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മറ്റേ ആളിൽ ചെയ്യുന്ന ഇൻഫ്ലുവൻസ്, ശുദ്ധീകരണം, ആ ശുദ്ധീകരണത്തിലൂടെ ഉണ്ടാകുന്ന സ്നേഹം, അതൊക്കെയാണ് റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം. പൗലോസ് ഇവിടെ പറയുന്നത്, ഡോണ്ട് ലുക്ക് അറ്റ് മാരേജ് ആസ് എ വാൻറ്റേജ് പോയിന്റ് ഫോർ പ്ലഷർ, സീക്കിംഗ് പ്ലഷർ. അങ്ങനെയല്ല. വിവാഹം ഒരു പ്രഷർ സീക്കിംഗ് ആകരുത്. ലവ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയും ദൈവത്തിന്റെ, അതിനകത്ത് എല്ലാം ഉണ്ട്. അതിനകത്ത് മാനസികവും ശാരീരികവുമായ എല്ലാ തരത്തിലുള്ള വണ്ണസും ഉണ്ട്. പക്ഷേ ദ റൂട്ട് ഈസ് നോട്ട് പ്ലഷർ, ദ റൂട്ട് ഈസ് ദ ജോയ് ഇൻ ദ ലോർഡ് ആൻഡ് അഗപ്പെ. അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഫാമിലി. അതുകൊണ്ടാണ് പറയുന്നത്, ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ, കരയുന്നവർ കരയാത്തവരെ പോലെ. ഇപ്പൊ ദുഃഖമുള്ളവര് ഈ ലോകത്തിന്റെ ഇമോഷൻസ് ആണ്. ഒന്ന് സാഡ്നെസ് ആൻഡ് ഹാപ്പിനെസ്. എനിക്ക് ഭയങ്കര കരയാനുള്ള റീസൺസ് എല്ലാം എന്റെ മുമ്പിലുണ്ട്. അവരെങ്ങനെ ജീവിക്കണം? കരയാത്തവരെ പോലെ ജീവിക്കണം. കാരണം കർത്താവ് വരാൻ പോവാ. അതാ പറഞ്ഞിരിക്കുന്നത്. 29 എന്താ പറഞ്ഞത്? എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു, വളരെ കുറച്ച് സമയം ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ, അതായത് ചുരുക്ക സമയം ഉള്ളത് കൊണ്ട്, നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഓട്ടമായതുകൊണ്ട് ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, അടുത്ത് നോക്കിയ കരയുന്നവർ കരയാത്തവരെ പോലെ. അപ്പൊ കരയാനുള്ള റീസൺസ് ഉണ്ട്, പ്രയാസമുണ്ട്, കഷ്ടതകളുണ്ട്, ദാരിദ്ര്യമുണ്ട്, പൈസ ഉണ്ടാവില്ല, ആൾക്കാർ നിന്ദിക്കുന്ന പരിസ്ഥിതി, ഒത്തിരി കരയാൻ റീസൺ ഉണ്ടാവാം. പക്ഷെ അവർ കരയാത്തവരെ പോലെ പ്രത്യാശയിൽ സന്തോഷത്തെ നോക്കണം. കാരണം ടൈമായി. അടുത്തത്, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്ത് എല്ലാം ഉണ്ട്, ആരോഗ്യമുണ്ട്, ബലമുണ്ട്, സമ്പത്തുണ്ട്, ബന്ധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിലൊന്നും നിങ്ങളൊരു വിലയും കൊടുക്കണ്ട. ഈ ഭൂമിയുടെ രൂപം, ഈ ലോകത്തിന്റെ ഈ രൂപം, നമ്മൾ കാണുന്ന ഈ രൂപം അഴിഞ്ഞു പോകുന്നുവല്ലോ. അപ്പൊ അതിനകത്ത് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത്? ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെ, ഡോണ്ട് ബി പ്ലഷർ സീക്കിംഗ് ദെയർ. നമുക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു വേറൊരു വാക്യമാണ്, കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോഴേ ചത്തവളെ പോലെയാണ്. ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷിൽ അതങ്ങനെയല്ല. വൺ ഹു സീക്സ് പ്ലഷർ, സുഖം അന്വേഷിക്കുന്നവർ. അത് ആഹാരത്തിന്റെ കാര്യത്തിലായാലും, വിവാഹത്തിന്റെ കാര്യത്തിലായാലും, വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലായാലും, ഫോർ പ്ലഷർ സേക്ക്, അത് മരണമാണ് നമ്മളിൽ വസിക്കുന്നതെന്നാണ് അതിനർത്ഥം. വി ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്, പക്ഷെ നമ്മുടെ മോട്ടീവ് പ്ലഷർ ആണെങ്കിൽ അത് മരണത്തിന് തുല്യമാണെന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും. കാരണം ഈ ലോകത്തിൽ എന്ത് കിട്ടിയിട്ടും നമ്മൾ അതിനകത്ത് സന്തോഷിച്ചിട്ട് യാതൊരു കാര്യമില്ല. വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെ. നിങ്ങൾ വീട് വാങ്ങിച്ചിട്ടുണ്ടോ? സ്വന്തമാണെന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് ബാങ്കിൽ പൈസ ഉണ്ടോ? സ്വന്തമാണെന്ന് വിചാരിക്കണ്ട. അത് കയ്യിലില്ലാത്തവരെ പോലെ. ഡോണ്ട് ഗെറ്റ് ദാറ്റ് പ്ലഷർ ഔട്ട് ഓഫ് ദാറ്റ് പൊസിഷൻ. അത് വേണ്ട. കാരണം ഈ ലോകത്തിന്റെ ഈ രൂപം, നമ്മൾ കാണുന്ന ഈ രൂപം അഴിഞ്ഞു പോകും. ഓക്കെ, 31 വാക്യം പറയാണ്, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒത്തിരി ഗുണങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണാം. നമുക്ക് നല്ല വാഹനം, നല്ല വീട്, നല്ല ജോലി, നല്ല സൗകര്യങ്ങൾ, എയർ കണ്ടീഷൻ ഒക്കെ കാണും.
പക്ഷെ നമ്മൾ അത് അനുഭവിക്കാത്തവരെ പോലെ തന്നെ ഈ ലോകത്തിലുള്ള സയൻസിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ബെനിഫിറ്റ്സ് ഇതൊക്കെ അനുഭവിക്കുന്നവർ കാണും നമ്മുടെ ഇടയില്. പക്ഷെ അവരെങ്ങനെ ജീവിക്കണം? ഇതൊന്നും വലിയ കാര്യമല്ലാത്തവരെ പോലെ അതിന്റെ എൻജോയ്മെന്റ് എടുക്കാതെ ജീവിക്കണം. ദാറ്റ്സ് പോസിബിൾ ഓൺലി ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. നമ്മൾ ഈ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ചുറ്റുപാടുമുള്ള ലോകത്തിൽ നിന്ന് ജ്യൂസ് ഊറ്റിയെടുക്കാതെ കർത്താവിന്റെ ആ മഹത്വത്തിലും തേജസ്സിലും വീര്യത്തിലും ജീവിക്കുന്നതിന് അതിന് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം ഇല്ലാതെ പറ്റില്ല. അതർവൈസ് വി വിൽ ബിക്കം ഇൻഡൽജന്റ് ആൻഡ് വിൽ ബി ലോസ്റ്റ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ രൂപം മാറിപ്പോകുമ്പോൾ നമ്മളെ കാണുകയില്ല. ഇവിടെ പറയുന്നതാണ്, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെ ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നല്ലോ. അവിടെ നമുക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് ഒന്നുകൂടെ കാണാം. ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ റൂട്ട് എന്ന് പറയുന്ന അഗപ്പയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം, ദൈവം സ്ഥാപിക്കുന്ന എല്ലാ റിലേഷൻഷിപ്പും ബിറ്റ്വീൻ ബിലീവേഴ്സ് അതിന് ഇറ്റേണൽ വാല്യൂ ഉള്ളത്, നിത്യമാണ്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്റെ ഭാര്യ അവിടെ കാണും. കർത്താവിന്റെ നാൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരോടെ എപ്പോഴും ആരാദ്യം പോകുന്ന അറിയത്തില്ല, പക്ഷെ രണ്ടുപേരും കാണും. പക്ഷെ ഇവിടെ ഫ്ലഷിലുള്ള പ്ലഷർ അല്ല ഉള്ളത്, അവിടെ ആത്മാവിലുള്ള ആനന്ദമുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം പത്രോസ് മോശ ഏലിയാവിനൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ, അവർ നേരത്തെ കണ്ടിട്ടൊന്നുമില്ല. മറുരൂപ മലയിലെ പത്രോസ് പറയുന്നില്ലേ, ഇതാ മോശ ഏലിയാവും ഒരു കൂടാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് അവിടെ ആത്മാവിൽ കാണാനും അറിയാനും ഒക്കെ പറ്റും. പക്ഷേ പ്രത്യേകമായി ജഡത്തിൽ ഉള്ള അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന ലോകം ഈ ലോകത്തിന്റെ രൂപത്തിലുള്ളതല്ല, ഈ ലോകത്തിന്റെ എൻജോയ്മെന്റ് അവിടെ ഉള്ളതല്ല. നമുക്ക് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? ഭാര്യമാർ ഉണ്ടാകാം, ഭാര്യമാരുള്ളവരാണ്. പലർക്കാണ് പല ഭാര്യമാർ, ഒരാൾക്ക് ഒരു ഭാര്യ. ഭാര്യ ഉണ്ടാകാം, കരയുന്ന അവസ്ഥ ഉണ്ടാകാം, സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാകാം, വിലയ്ക്ക് വാങ്ങുന്നവരുണ്ട്, ലോകത്തെ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാകാം. പക്ഷെ കർത്താവ് ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന രാജ്യത്തിന്റെ രൂപം ഈ ലോകത്തിന്റെ ഈ രൂപം പോലെ അല്ല. അതുകൊണ്ട് ഡോണ്ട് ബി സബ്മിസീവ് ടു ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിന്റെ കാലഗതിയെയും ആ ആത്മാവിനെയും അനുസരിച്ച് നടക്കരുത്. ബിക്കോസ് നിങ്ങൾ പോകാൻ പോകുന്ന ലോകത്തിന് ഈ രൂപമല്ല. അതുകൊണ്ടാണ് വിവാഹം കഴിച്ചവർ കഴിക്കാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുമല്ലോ. ഇനി നമ്മൾ വിവാഹത്തെ കുറിച്ചുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം. ഈ കല്യാണത്തെ കുറിച്ച് പൗലോസ് ഇത്രയും എതിര് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചിന്താകുലം. എന്താ ചിന്താകുലം? വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് കർത്താവിനുള്ള ചിന്തിക്കുന്ന പൗലോസ് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ള ചിന്തിക്കുന്നു. അതാണ് ഇതിനകത്ത് നമുക്ക് പിടികിട്ടാത്ത വേറൊരു കാര്യം. അപ്പൊ വിവാഹം കഴിച്ചാൽ പിന്നെ നമ്മള് ലോകത്തിൽ സാധാരണ സംഭവിക്കുന്ന എന്താ? ഭർത്താവ് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും, ഭാര്യയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഭാര്യ ഡിമാൻഡ് ചെയ്തത്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾ എന്നെ കരുതുന്നില്ല, നിങ്ങൾ എന്നെ എന്താ പറയുന്നേ, ഇങ്ങനെയൊന്നും പോരാ. അപ്പൊ ഈ ഭർത്താവ് എന്ത് ചെയ്യണം? ഭർത്താവ് ജീവിതം മുഴുവൻ ഭാര്യയെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഭർത്താവ് പറയും, നീ ഞാൻ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല, നിന്റെ ജീവിതം ശരിയല്ല, നിന്നെ കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? അപ്പൊ ഭാര്യ എന്ത് ചെയ്യണം? ഈ ഭർത്താവിനെ എങ്ങനെയും പ്രസാദിപ്പിക്കണം. അപ്പൊ ഈ ഫ്ലഷിന്റെ ഡിമാൻഡുമായിട്ട് രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസാദിപ്പിക്കാനല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും. അത് ഒന്ന് ഹൃദയത്തിനകത്തോട്ട് ഇറങ്ങിക്കോട്ടെ. അപ്പൊ നമ്മൾ കല്യാണം കഴിക്കുന്ന ക്രിസ്ത്യ വിവാഹങ്ങൾ ഒരു കാര്യം ഓർക്കണം. വിവാഹം കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ വിവാഹം കഴിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. എന്താണെന്നറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസാദിപ്പിക്കാൻ നടക്കരുത്. രണ്ടുപേരും കൂടി നോക്കണം, കർത്താവെ നിന്നെ എങ്ങനെ പ്രസാദിപ്പിക്കും. ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിന്റെ ഏറ്റവും വലിയ സന്തോഷം അതിനകത്തും തുടങ്ങുന്നത്. ഇഫ് ഗോഡ് ഈസ് ഗ്ലോറിഫൈഡ് ഇൻ അവർ റിലേഷൻഷിപ്പ്,
നമ്മൾ ഇന്ന് കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പലപ്പോഴും ഫ്ലഷിലുള്ള ഡിമാൻഡുകളെ കുറിച്ച് ഇന്ന് ഈ കൗൺസിലിംഗും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, കർത്താവുമായിട്ടുള്ള ആ കുടുംബത്തിന്റെ ബന്ധം കറക്റ്റ് ആയാൽ ഇതെല്ലാം കറക്റ്റ് ആയിക്കോളും. ദാറ്റ്സ് ദ വേ ദാറ്റ് ക്രൈസ്റ്റ് ഗിവ്സ് us. ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ ഭാര്യയും ഭർത്താവും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും, ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടും. അവര് തമ്മിൽ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ദൈവത്തിന് പ്രസാദമുള്ള, പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന, ഇപ്പൊ ഭാര്യ ഭർത്താവിനെ പെഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്താ മുമ്പോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാന്ന് പറഞ്ഞോണ്ടാ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ എന്ത് മനോഹരമായിരിക്കും. ക്രിസ്ത്യൻ മാരേജ് ഓഫ് സാങ്ക്ടിഫൈഡ് പീപ്പിൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റ് ഇല്ല. ബട്ട് വെൻ ഇറ്റ് ബിക്കംസ് പ്ലഷർ സീക്കിംഗ്, അവിടെ വഴക്കും ദുരിതവും ടെൻഷനും. അതാ പറയുന്നത്, കഷ്ടകാലത്തിൽ പോയി ചാടുന്നു പൗലോസ് പറയാനുള്ള കാരണം. കല്യാണം കഴിക്കുന്നവൻ കഷ്ടത്തിൽ പോയി ചാടും. 28-ാം വാക്യം, നീ വിവാഹം ചെയ്താലും ദോഷമില്ല, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല, എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടത ഉണ്ടാകും, അത് നിങ്ങൾക്ക് വര എന്ന് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഏത് പോയിന്റിലും, ഞാൻ പലപ്പോഴും ഈ കൗൺസിലേഴ്സ് ഒക്കെ സംസാരിക്കുമ്പം ഈ ഭാര്യയെ പ്രസാദിപ്പിക്കുന്ന എങ്ങനെ, ഭർത്താവിനെ പ്രസാദിപ്പിക്കുന്ന എങ്ങനെ ക്ലാസ് എടുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുകയാണ് അതൊരു റോങ് പ്രിമൈസ് ആണ്. അങ്ങനെ അല്ല ക്രിസ്ത്യൻ ലൈഫ് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഭാര്യയെ പ്രസാദിപ്പിക്കണ്ടേ, ഭർത്താവിനെ സന്തോഷിപ്പിക്കണ്ടേ? സന്തോഷിപ്പിക്കണം, വേണ്ടെന്നല്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായാൽ ഇത് ഓട്ടോമാറ്റിക്കലി പ്ലേസിൽ വരും. God is glorified when husband and wife glorify him in their marriage, and he is lifted up and he is pleased. അപ്പോൾ അങ്ങനെ ഒരു ആത്മീകമായ വിവാഹ ബന്ധം, സ്പിരിറ്റ് സെന്റേഡ്, ആൻഡ് ദെൻ ദ സോൾ ആൻഡ് ദ ബോഡി ഫോളോസ്. ആ സ്പിരിറ്റ് സെൻട്രിക് ആയ, അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. So it's a spiritual relationship. Christian marriage is primarily a spiritual relationship. അവിടെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഷുഡ് ടേക്ക് ദ സ്പിരിച്വൽ ലീഡർഷിപ്പ്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട. ഇവിടെ പറയാണ്, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായി. ഈ കുടുംബത്തിലെ വഴക്കുകളുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ഭാര്യയുടെ ഡിമാൻഡ്, ഭർത്താവിന്റെ ഡിമാൻഡ്, അത് യോജിച്ചു പോകത്തോണ്ടാ. പരസ്പരം പ്രസാദിപ്പിക്കുന്നതിൽ മത്സരിക്കേണ്ടി വരുവാ. ടു കോംപ്രമൈസ് ആൻഡ് ഗെറ്റ് സം പീസ്, ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും പരസ്പരം പ്രസാദിപ്പിച്ച ഒരു സമാധാനം ഉണ്ടാക്കുക. ദാറ്റ്സ് നോട്ട് ദ റിയൽ പീസ്. അങ്ങനെയുള്ള ലൈഫ് നമുക്ക് പിന്നെയും പിന്നെയും ചിന്താകുലങ്ങൾ ഉണ്ടാക്കും. 34-ാം വാക്യം പറയണം, അതുപോലെ ഭാര്യയായവൾക്കും. അത് നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്ന കാര്യം, ഞാൻ പറഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞു. പൗലോസ് അടുത്ത സ്റ്റെപ്പിലാണ് ഭാര്യമാരുടെ കാര്യം പറയുന്നത്. അതുപോലെ ഭാര്യ ആയവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് കർത്താവിനുള്ള ചിന്തിക്കുന്നു, വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ വെച്ച് ലോകത്തിനുള്ള ചിന്തിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജഡത്തെ പ്രസാദിപ്പിക്കാൻ പോയാൽ we will stumble. അവർ രണ്ടുപേരും കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കി കർത്താവിനെ പ്രസാദിപ്പിക്കാൻ തീരുമാനിച്ചാൽ ദാറ്റ് വിൽ ബി എ ഗ്ലോറിയസ് മാറ്റർ. 35-ാം വാക്യം പറയാണ്, നിങ്ങൾക്ക് കുടുക്കിടാൻ വേണ്ടി അല്ല ഞാനിത് എഴുതിയേക്കുന്നത്. അതാണ് ഏറ്റവും എനിക്ക് രസകരമായിട്ട് രാവിലെ ഇത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് കുടുക്കിടാൻ വേണ്ടിയല്ല. ഇതിങ്ങനെ പറഞ്ഞ് കല്യാണം കഴിച്ചവരെ കുടുക്കുമല്ല, കല്യാണം കഴിക്കാത്തവരെ വേണ്ടി അല്ല പറഞ്ഞത്. യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാബല്യം കൂടാതെ, അതായത് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ, ഇംഗ്ലീഷിൽ അത് ഡിസ്ട്രാക്ഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ കർത്താവിങ്കൽ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ട് അത്ര പറയുന്നത്. അപ്പൊ വിവാഹത്തിലൂടെ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാതിരിക്കാനും ആ വിവാഹ ബന്ധം പെർഫെക്റ്റ് ആകാനും വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അങ്ങനെ കർത്താവുമായിട്ടുള്ള ഏകാഗ്രതയിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു റിമെയിൻ ലൈക്ക് മീ. അതാണ് അവിടുത്തെ സൂചന. അപ്പൊ ക്രിസ്ത്യൻ മാരേജിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് നമ്മൾ കൊരിന്ത്യർ ലേഖനം 13 വായിക്കുമ്പോൾ നമ്മളെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ കാണും. ഇപ്പൊ നമ്മൾ ഇത്രയും സമയം അവിടെ ചെലവഴിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞൊരു അധ്യായം ആയതുകൊണ്ട്
നമ്മളത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് 36-ാം വാക്യമാണ്. ഇത് വ്യാഖ്യാനിക്കാൻ ഇത്തിരി സാമൂഹികമായി ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അവിടെ പറയുന്നത്, എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കരുത്. എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവൻ ദോഷം ചെയ്യുന്നില്ല, അവർ വിവാഹം ചെയ്യട്ടെ. ഈ വാക്യം എന്താണ്? അതിന് താഴെയുള്ള വാക്യം കൂടെ വായിക്കാം. എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനുമായ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചു കൊള്ളുവാൻ ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ അവൻ ചെയ്യുന്നത് നല്ലത്. നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, 36, 37 വാക്യങ്ങൾ ഇംഗ്ലീഷിൽ ഞാൻ വായിക്കുകയാണ്. ഇഫ് എനിവൺ തിങ്സ് ദാറ്റ് ഹി ഈസ് നോട്ട് ബിഹേവിംഗ് പ്രോപ്പർലി ടുവേർഡ്സ് ഹിസ് ബിട്രോത്ത്, അതായത് ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു. ഓക്കെ, അതാണ് 36-ാം വാക്യം പറയുന്നത്. അവന് അവളോടുള്ള സ്നേഹം സ്ട്രോങ് ആണെങ്കിൽ, ESV ട്രാൻസ്ലേഷൻ ആണ്, if anyone thinks that he is not behaving properly towards his betrothed, if his passions are strong and it has to be, അത് അങ്ങനെ തന്നെ ആയിരിക്കണം, let him do as he wishes, let them marry. അതായത് ഒരു കന്യകയോട് അവള് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആള്, തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ആള്, അവൻ അവളോട് ഒരു പാഷൻ ഉണ്ട്, ഒരു സ്നേഹമുണ്ട്, അത് നല്ല സ്ട്രോങ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കുഴപ്പവും പറയുന്നില്ല, ലെറ്റ് ദം മാരി, ഇറ്റ് ഈസ് നോട്ട് എ സിൻ. കണ്ടോ, അത് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ മതി. ബാക്കി അതിനകത്ത് വ്യാഖ്യാനിക്കുന്നില്ല. ഞാനത് പറഞ്ഞ സാമൂഹ്യമായിട്ട് ആ വാക്യത്തെ വ്യാഖ്യാനിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. നിങ്ങളെ പ്രയാസം കണ്ടുപിടിച്ചോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടുപിടിച്ചില്ലെങ്കിൽ നല്ല കാര്യം. ഓക്കെ, ഇവിടെ 37-ാം വാക്യത്തിൽ പറയാണ്, ഇത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട് ഇതിനകത്ത് പറഞ്ഞതിനേക്കാളും. അപ്പൊ ഇവിടെ പറയുന്ന 36-ാം വാക്യം, ഒരുത്തൻ തന്റെ കന്യയ്ക്ക് പ്രായം കടന്ന്, അവൾക്ക് കല്യാണ പ്രായമായി, ഞാൻ ഇനി സന്യാസിയാവാൻ പോവാണ് എന്ന് അവൻ തീരുമാനിച്ചു. അപ്പൊ അവളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണെന്ന് അവൻ വിചാരിക്കുന്നു. അവളോട് അവന് സ്നേഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ദം മാരി, അത് തടസ്സപ്പെടുത്തുന്നില്ല. ഇനി 37-ാം വാക്യം പറയാണ്, എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരത ഉള്ളവനുമായ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചു കൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ കീപ് ഫ്രം മാരിങ്, അതായത് അവർക്ക് തമ്മിൽ അത് എഗ്രി ചെയ്യാൻ വേണ്ട എന്ന് വെക്കുവാണെങ്കിൽ, ആ സ്ഥിരത ഉണ്ടെങ്കിൽ അവൻ ആ കന്യക അവളെ വിട്ടേക്കാൻ, എന്ന് പറഞ്ഞാൽ ഹി ക്യാൻ ഡിസൈഡ് നോട്ട് ടു മാരി ആഫ്റ്റർ. അതാണ് ഇംഗ്ലീഷിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ഹൂവർ ഈസ് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഹിസ് ഹാർട്ട് ബീങ് അണ്ടർ നോ നെസസിറ്റി, അങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ള നെസസിറ്റി ഇല്ല എന്നുള്ള കാര്യത്തിൽ അവൻ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, ഹാവിങ് ഹിസ് ഡിസയർ അണ്ടർ കൺട്രോൾ ആണെങ്കിൽ, and he has determined that in his heart to keep her as she is, as his betrothed, he will do well. കൊള്ളാം, അങ്ങനെ തന്നെ ഇരിക്കാനാണ് തീരുമാനമെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കല്യാണം കഴിക്കണമൊന്നുമില്ല. എന്നാൽ അവൻ അവളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട് എന്ന് വിചാരിച്ചാൽ ലെറ്റ് ദം മാരി. ഓക്കെ, അപ്പൊ ഇവിടെ പറയാണ്, അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ, ഇത് ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കുമ്പോഴും ഒരു വലിയ വ്യത്യാസം അവിടെ ഉണ്ട്. ആ വലിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ വായിക്കുമ്പോൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു പിതാവിന്റെ ചിത്രമാണ് 37-38 വാക്യങ്ങളിൽ കാണുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പം, ESV വായിക്കുമ്പം അത് അങ്ങനെയല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ആള് പറയുന്നതായിട്ടാണ്. അപ്പൊ ഈ രണ്ടർത്ഥത്തിലും അത് ശരിയാണ്. അതിൽ ഏതാ ശരിയെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. both ways it's right.
8-ാം വാക്യം പറയാണ്, സോ then he who marries his betrothed does well. കല്യാണം കഴിക്കുന്നവൻ മിടുക്കൻ, കല്യാണം കഴിച്ചു. എന്നിട്ട് പറയാ, കല്യാണം വേണ്ടാന്ന് തീരുമാനിക്കുന്നവൻ അതിലും മിടുക്കൻ. എങ്ങനെയുണ്ട്? അതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കാര്യമാണ്. ഇതാണ് പുതിയ വേർഷൻ, പുതിയ ട്രാൻസ്ലേഷൻ, കുറച്ചുകൂടി ലിറ്ററലി ഒതന്റിക് ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ ട്രാൻസ്ലേഷൻ ആണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ കല്യാണം കഴിച്ചോട്ടെ, കഴിക്കേണ്ട തീരുമാനിച്ചാൽ അവൻ കുറച്ചുകൂടെ മിടുക്കൻ എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് പീപ്പിൾ ഹു ആർ എൻഗേജ്ഡ്. ആ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. 39-ാം വാക്യം, വിധവകളുടെ കാര്യമൊക്കെ അന്നൊക്കെ വലിയ കഷ്ടമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ, ഇന്ത്യയിലൊക്കെ. ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് ഒരു അവകാശം ഇല്ലായിരുന്ന ഒരു കാലമായിരുന്നു. ഇവിടെ പറയുന്ന ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കും, അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് പുരുഷനായാലും അങ്ങനെ തന്നെയാണ്. ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവിൽ വിശ്വസിക്കുന്നവനുമായിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ കല്യാണത്തിന്റെ ഏറ്റവും വലിയ റൂൾ എന്ന് പറഞ്ഞാൽ, when you are marrying, marry only a believer, don't marry an unbeliever. That is the only thing Paul says. രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ഒരാളെ കെട്ടാവും, വേറെ ഒരു റൂളും ഇല്ല കല്യാണത്തിന്. എത്ര പേർക്ക് സന്തോഷമായെന്ന് അറിയത്തില്ല, പക്ഷെ ഇങ്ങനെയാണ് അവസ്ഥ. ബൈബിളിലെ അവസ്ഥ അതാണ്. Only one thing, is your bride or betrothed, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന അല്ലെ കഴിക്കാൻ പോകുന്ന ആള് born again ആണ്, കർത്താവിന്റെ മകനാണോ മകളാണോ? That is the only question asked. ബൈബിൾ അവർ ഒറ്റ കാര്യത്തിൽ മാത്രം നിർബന്ധം പറയുന്നു, വേറെ ഒരു കാര്യത്തിലും നിർബന്ധമില്ല. മോഡ്, മീൻസ്, ഇതൊന്നും പ്രശ്നമില്ല. മാരീഡ് ഫോർ എവർ, അവിടെ അവർ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഒരു തരത്തിലും അവർക്ക് സെപ്പറേഷൻ ഇല്ല. വിവാഹം കഴിഞ്ഞാലും അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, അത് ആദ്യം തീരുമാനിക്കണം. രണ്ടുപേരും വീണ്ടും ജനിച്ചവരായണ്ട് കല്യാണം കഴിക്കുമ്പോൾ തീരുമാനിക്കണം, ഞങ്ങൾ കല്യാണം കഴിച്ചാൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. പരാതി പറഞ്ഞുകൊണ്ട് പുറകെ നടക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തും, അവന് വേണ്ടി ജീവിക്കും, അവന് വേണ്ടി ഞങ്ങൾ പരസ്പരം ഏൽപ്പിച്ചു കൊടുക്കും, അവന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തും. ബിക്കോസ് ഓൺലി ഹി ഈസ് ഗ്ലോറിഫൈഡ്. ഞങ്ങളുടെ ആഗ്രഹങ്ങളല്ല വലുത്, ദൈവത്തിന്റെ മഹത്വമാണ് വലുത്. ഞങ്ങളുടെ വിവാഹത്തിൽ ഞങ്ങളുടെ സുഖമല്ല, പ്ലഷർ അല്ല, കർത്താവിന്റെ ആനന്ദമാണ് നടക്കേണ്ടത്. അതിന്റെ കൂടെ കർത്താവ് അനുവദിക്കുന്ന എല്ലാ ലെജിറ്റിമേറ്റ് പ്ലഷേഴ്സിനും ഹസ്ബൻഡും വൈഫിനും അധികാരമുണ്ട്. ബട്ട് ദാറ്റ് ഹാസ് ടു ബി റൂട്ടഡ് ഇൻ അഗപ്പെ. ഞാനിത് ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് പറയുന്നു, എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ എവിടെയെങ്കിലും ആ ഒരു അഗപ്പയിലെ റൂട്ട് ഇല്ലാതെ, ഇഫ് ഇറ്റ്സ് എ പ്ലഷർ സീക്കിംഗ് റിലേഷൻഷിപ്പ്, പ്രിയ സഹോദരങ്ങളെ, യു നീഡ് ടു റിപ്പന്റ്. കാരണം നമ്മൾ നാനാ മോഹങ്ങളിൽപ്പെട്ട് ഉഴലുകയാണെന്ന് നീഡ് ടു കം ബാക്ക് ആൻഡ് ടെൽ ദ ലോർഡ്, കർത്താവെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹത്തിന്റെ പെർഫെക്ഷനിൽ നിന്ന്, ആ സ്നേഹത്തിന്റെ എക്സ്പ്രഷനിൽ നിന്നല്ലാതെ വേറൊരു പ്ലഷറും ഉണ്ടാകരുത്. That has to come from that root of agape. സ്നേഹത്തിൽ വേരൂന്നി അതിന്റെ ഒരു ബ്ലോസമിങ് ആയിട്ട് ഏത് ആക്ട് വിതിൻ ദ മാരേജും അതങ്ങനെ വരാൻ പാടുള്ളൂ എന്ന് ഞാൻ ഈ വേദപുസ്തക വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. വൺസ് മാരീഡ്, ദേ ആർ മാരീഡ് ഫോർ എവർ. അവിടെ അവർക്ക് രണ്ടാമതൊരു എക്സ്ക്യൂസ് ഇല്ല. പൗലോസ് പറയാണ്, ഇനി കല്യാണം കഴിക്കാതിരിക്കാൻ ഒരു വിധവ തീരുമാനിച്ചാൽ, അല്ലെ വിഭാര്യൻ തീരുമാനിച്ചാൽ, എന്നാൽ അവൻ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്നെന്റെ അഭിപ്രായം. ദൈവാത്മാവ് എനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ഇതിനോട് കുറച്ച് യോജിപ്പുള്ള ഒരാളാണ്. അത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണേ, ബൈബിൾ പറയുന്നതല്ല കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞു ഭർത്താവ് ഭാര്യ മരിച്ചാൽ വേറെ കല്യാണം കഴിക്കാം. പക്ഷെ ഞാൻ വിചാരിക്കുന്ന കർത്താവ് കല്യാണം കഴിച്ചിട്ട് ആളെ തിരിച്ചു വിളിച്ചാൽ പിന്നെ നമ്മളെ ഇനി നീ കുറച്ചുനാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതായിരിക്കും പറയുന്നതെന്ന് ഞാൻ അങ്ങ് ചിന്തിക്കാറുണ്ട്. കാരണം ആ ഒരു ലൈഫിന്റെ വിശദീകരണം കൊണ്ട് നമ്മൾ ചിലപ്പോൾ അനുഭവിക്കാൻ വേണ്ടി ആയിരിക്കാം കർത്താവ് ചിലപ്പോൾ സ്പൗസിനെ റിമൂവ് ചെയ്തു. വി ഡോണ്ട് നോ. അതുകൊണ്ട് പൗലോസ് പറയാണ്, എങ്ങനെ കർത്താവ് നമുക്ക് ജീവിതം തരുന്നു അതുപോലെ ജീവിക്കാം. ഡോണ്ട് ഗോ ഫോർ പ്ലഷർ, ഓൾവേസ് പ്രൈസ് ഗോഡ് ആൻഡ് ലിഫ്റ്റ് ഹിസ് നെയിം. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ നമ്മൾ പ്ലഷർ സീക്കിംഗ് ആയാലുള്ള പ്രോബ്ലം, പ്ലഷർ സീക്കിംഗ് ആയുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും.
ഇത് ഈ വാക്യം ഏറ്റവും വ്യാഖ്യാനിക്കാൻ പ്രയാസമുണ്ടായിരുന്ന ചില വാക്യങ്ങളാണ്. ഞാനിത് വായിച്ചു വന്നപ്പോൾ കർത്താവ് എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഒരു ചെറിയ ലൈറ്റ് തന്നു. അത് എന്തുമാത്രം പെർഫെക്റ്റ് ആയിട്ട് അതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കത് പതുക്കെ കൂടുതൽ കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. പക്ഷെ ഇതിന്റെ കോമൺ ഗ്ലീനിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, വിവാഹം എന്ന് പറയുന്നത് ഭാര്യയെ പ്രസാദിപ്പിക്കാനോ ഭർത്താവിനെ പ്രസാദിപ്പിക്കാനോ ആകരുത്. നിങ്ങളൊരു ക്രിസ്ത്യൻ ഭർത്താവോ ക്രിസ്ത്യൻ ഭാര്യയോ ആണെങ്കിൽ ഡോണ്ട് പുട്ട് ഹെവി ഡിമാൻഡ് ഓൺ യുവർ സ്പൗസ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മേലോ ഭർത്താവിന്റെ മേലോ വലിയ ഡിമാൻഡുകൾ വെക്കരുത്. കാരണം നിങ്ങളെ പ്രസാദിപ്പിക്കാനല്ല അവരെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുകയും അവന്റെ പ്രസാദത്തിൽ ജീവിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് വിവാഹം. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ കല്യാണം കഴിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനകത്ത് വിഷമിക്കാനൊന്നുമില്ല. അങ്ങനെയാണ് ചില ആളുകളെ ദൈവം വിളിക്കുന്നത്. അതൊരു കുറഞ്ഞ കാര്യമാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. വിവാഹം കഴിക്കുന്നതിനും ദൈവത്തിന്റെ കൃപ വേണം, അതുപോലെ തന്നെ വിവാഹം കഴിക്കാതെ ജീവിക്കാനും ദൈവത്തിന്റെ കൃപ വേണം. എന്നാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കുന്നതാണ് സേഫ്. അതുപോലെ ഒരു പെൺകുട്ടിയുമായി എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണ് കല്യാണം കഴിക്കേണ്ട, ഇത് കേട്ടതല്ലേ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തോന്നുവാണെങ്കിൽ, അവർ രണ്ടുപേരും ഇതിനോട് എഗ്രി ചെയ്യുവാണെങ്കിൽ, ഈ മനുഷ്യൻ ആ സ്ത്രീയോട് അങ്ങനെ ഒരു ഉള്ളിലൊരു പാഷൻ ഇല്ലെങ്കിൽ അവര് കല്യാണം കഴിക്കാതിരുന്നാൽ നല്ലത്. ഇനി പാഷൻ ഉണ്ട്, കല്യാണം കഴിക്കണം തന്നെ അതുകൊണ്ട് ഉള്ളിൽ നിന്നൊരു നിർബന്ധം ഉണ്ടെങ്കിൽ ലെറ്റ് ഹിം മാരി, നോ പ്രോബ്ലം. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ കല്യാണത്തിന്. ആ കല്യാണം കഴിക്കാൻ പോകുന്നയാൾ ദൈവത്തിന്റെ മകളാണോ അല്ലെ മകനാണോ? നോ അതർ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ്. അത് മനുഷ്യർ ചോദിക്കുന്ന വേറെ കാര്യം, പക്ഷെ ദൈവം അത് അങ്ങനെയാണ്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ തലം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. യു ക്യാൻ ആസ്ക് ഓൺലി വൺ ക്വസ്റ്റ്യൻ, ആർ യു ബോൺ അഗെയിൻ? ബോൺ അഗെയിൻ ആണ് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ അപ്പം മുറുക്കിൽ പങ്കാളിയാകാൻ പറ്റുന്ന ആളാണെങ്കിൽ, ഇഫ് ഷീസ് മാരിയബിൾ എന്ന് പറഞ്ഞാൽ വേറെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ, ആൻഡ് ഇഫ് ഷീസ് എ ബിലീവർ, എന്റെ അപ്പം നുറുക്കിൽ എന്റെ അപ്പത്തിൽ ഞാൻ സഭയിൽ നുറുക്കുന്ന അപ്പത്തിൽ പങ്കാളിയാകാൻ പറ്റുമെങ്കിൽ ഷീ ക്യാൻ മാരി ഓൾസോ. അതിനകത്ത് കൾച്ചറോ കാസ്റ്റോ പണമോ എഡ്യൂക്കേഷനോ ലോകത്തിന്റെ ഒരു മഹത്വം. കാരണം ലോകത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന രൂപം, അത് ഇന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു മെസ്സേജാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. ലോകത്തിന് നമ്മൾ ഇന്ന് കാണുന്ന രൂപം ഉണ്ടാവില്ല ഇനി കുറെ നാൾ കഴിയുമ്പോൾ. ഇത് ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായി 6 മാസം മുമ്പ് ഈ ലോകത്തിനുണ്ടായിരുന്ന രൂപം അല്ല ഇപ്പോൾ ഉള്ളത്. തിങ്കിങ് മാറി, ജീവിതം മാറി, നടപ്പ് മാറി, ഇരിപ്പ് മാറി, പഠിത്തം മാറി, ജോലി മാറി, എല്ലാം മറിഞ്ഞുപോയി. പക്ഷെ കർത്താവ് വരുമ്പോ എന്ത് വലിയ മറിയലായിരിക്കും മറിയുന്നറിയോ? നമ്മൾ ഇന്ന് കാണുന്ന ഒന്നിനും മഹത്വമില്ലാത്ത ഒരു ദിവസം വരാൻ പോവാണ്. അപ്പൊ വിവാഹം കഴിച്ചവര് സഹോദരങ്ങളെ, നിങ്ങൾ കഴിക്കാത്തവരെ പോലെ അല്ലെ? എന്തിനാ ചിന്താകുലം ഉണ്ടാകരുത്. കരയുന്നവർ കരയാത്തവരെ പോലെ, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെ, വിലയ്ക്ക് വാങ്ങുന്നവർ, അതായത് ഇതിനോട് അറ്റാച്ച്ഡ് അല്ലാതെ, ഈ പ്ലഷറിനോട് അറ്റാച്ച്ഡ് അല്ലാതെ, ഗ്ലോറിയോട് അറ്റാച്ച്ഡ് അല്ലാതെ, ഇതിന്റെ രൂപം മാറിപ്പോകുമെന്നറിഞ്ഞ് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന ആ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെന്നാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ചിന്താകുലമുള്ളവരാകാതിരിക്കാൻ വേണ്ടി നാം പ്ലഷർ സീക്കിംഗ് ആകാതെ ജോയ് സീക്കിംഗ് ആണെങ്കിൽ വി വിൽ ഗ്ലോറിഫൈ ദ ലോർഡ്. എല്ലാ ബന്ധങ്ങളിലും ദൈവം നമ്മളെ എങ്ങനെ വിളിച്ചിട്ടുണ്ടോ അങ്ങനെ തന്നെ ആയിരുന്നാൽ ദൈവം നമുക്ക് അത് വലിയ ബലമാക്കി മാറ്റും, വിശുദ്ധീകരണമാക്കി മാറ്റും. അതാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ.